നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സയ്ക്ക് അനന്തമായ മാനവിക തലം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ VP ഗംഗാധരനായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥി. അദ്ദേഹവുമായിട്ടുള്ള വർത്തമാനം സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ മട്ടൻ അജമാംസം എന്ന് പറയുന്നുണ്ട്, ആയുർവേദത്തിൽ വളരെ വേണ്ടപ്പെട്ടതാണ്. അത് വേണ്ടാന്നിങ്ങനെ ഡോക്ടർ പറയുന്നത്? നമുക്ക് ആയുർവേദമായിട്ട് ക്ലബ് ചെയ്യരുത്. അതായത് ക്ലബ് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അതിൽ കഴിക്കാത്ത പല സാധനം നമ്മുടെ ലിസ്റ്റിൽ ചിലപ്പോൾ ഡോക്ടറുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഞങ്ങളുടെ ചെയർമാനായിട്ടുള്ള മമ്മൂക്ക പറയും, മട്ട കുറച്ച് കഴിച്ചോളൂ, അജമാംസം എന്ന് പറയും. മമ്മൂട്ടിക്ക് പറയാം, പക്ഷേ മമ്മൂട്ടിക്ക് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയാം, ഇത് നമ്മൾ തൊട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ കഴിക്കാം, അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ല അല്ലേ താങ്കൾ? അല്ലല്ല, അതേ പ്രശ്നം. ശരി, ഈ സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വരട്ടെ. നമസ്കാരം. നമ്മളൊരു കാലത്ത് ഒന്നിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ്. ഒരേ കാലഘട്ടത്തിൽ മഹാരാജാസ് കോളേജിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും ഒരു ഭിഷഗ്വരൻ എന്ന നിലയിലും ഗംഗാധരൻ്റെ ഇപ്പോഴത്തെ വളർച്ചയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ബഹുമാനമുണ്ട്. ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ് ഗംഗാധരൻ്റെ. ഇതിനെതിരായ ക്യാൻസർ രോഗത്തിനെതിരായ ചികിത്സകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഗവേഷണങ്ങൾ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നതായിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, ഉണ്ടാവാം. പക്ഷേ ക്യാൻസറിന് എല്ലാത്തരം രോഗങ്ങൾക്കും പലപ്പോഴും കാരണമാകുന്നത് നമ്മുടെ ജീവിത രീതിയും ജീവിതശൈലിയും ഭക്ഷണശൈലിയും ഒക്കെയാണ്. ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലതെന്ന് പറയാറുണ്ട്. ക്യാൻസറിൻ്റെ പ്രതിരോധത്തിന് നമ്മുടെ ജീവിത രീതിയും ജീവിതശൈലിയും ആഹാരശൈലിയുമൊക്കെ കാരണമാകുമെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും അതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഗംഗാധരൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവും താങ്കളുടെ കൂടെ. എന്ത് പറയുന്നു? താങ്കൾ വലിയൊരു ധാർമ്മിക പിന്തുണ കൂടി. നല്ല കാര്യം. ഇത് എൻ്റെ സാധാരണ റുട്ടീനിലെ വളരെ ഭാഗം തന്നെയാണ്. മിക്കവാറും ശനിയാഴ്ചകളും ഞായറാഴ്ചകളും നമ്മുടെ ദിവസങ്ങൾ പോകുന്നത് മുഴുവൻ ഇതിനു വേണ്ടി തന്നെയായിരിക്കും. ഒരുപക്ഷെ ഞാൻ ധാരാളം പബ്ലിക് മീറ്റിങ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല അതാണ്. കാരണം നമുക്ക് പല ചോദ്യങ്ങളും നമ്മൾ വേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് വരുന്ന പബ്ലിക്കിൻ്റെ ഇടയിലാണ്. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, കോളേജിൽ ധാരാളം സമയം കണ്ടെത്താറുണ്ട്, ഇതിനു വേണ്ടി തന്നെ കണ്ടെത്താറുണ്ട്. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു നിർത്തി ഒരു വശം. നമുക്കിവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ധാരാളം ആൾക്കാർ ഇത് അറിയണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് പോയാൽ ക്ലാസ്സിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയല്ല. ഒരു 15 വർഷം പുറകോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അന്ന് പല സ്കൂളിലും നമ്മൾ ക്ലാസ് എടുക്കാൻ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ക്ലാസ് എടുക്കണ്ട. അവർ പറയും ഞങ്ങളുടെ സിലബസ് ഫിനിഷ് ചെയ്യണം, അവർക്ക് ആവശ്യം അവരെ സിലബസ് ഫിനിഷ് ചെയ്യണം. നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ അങ്ങോട്ട് വില്ലിങ് ആയിട്ട്. പക്ഷേ ഇന്ന് ആ ചേഞ്ച് വളരെയധികം ഉണ്ട്. ഇന്ന് നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. ഇന്ന് നമുക്ക് എൻ്റെ സമയം കുറവുണ്ടല്ല, അത്രമാത്രം നമുക്ക് ആൾക്കാർ വരും. നമുക്ക് ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് കേട്ടാൽ കൊള്ളാം. ഇവിടെ തന്നെ എറണാകുളത്ത് എനിക്ക് മിക്കവാറും എല്ലാ സ്കൂൾസും ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ സ്കൂളും ഈ ധാരാളം പബ്ലിക് മീറ്റിങ്സ്. അതിന് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട പബ്ലിക് മീറ്റിങ്സ്. ഞാനൊരിക്കൽ നമ്മൾ ഇവിടെ ഞാറക്കലെടുത്ത് പോയി രാത്രി മീറ്റിംഗ് നടന്ന് നമ്മൾ വെറുതെ ഒരു ഓപ്പൺ സ്പേസിൽ അവർ രാത്രി നിറച്ച് ട്യൂബ് ലൈറ്റും ഒക്കെ ഇട്ട് നിറച്ച ആൾക്കാർ അത് നടുക്കിയിരുന്നുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വളരെ പ്രശസ്തമായൊരു കാര്യം ചോദിച്ചു, അല്ല ഈ ക്യാൻസർ രംഗത്ത് ഒരുപക്ഷെ വിദേശങ്ങളിൽ കാര്യമായ ഗവേഷണം നടക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ തനതായിട്ടുള്ള രീതികളെ മുൻനിർത്തിക്കൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള അവയർനെസ്സിൻ്റെ അഭാവം, 2 ഗവേഷണത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാൻ കാരണം നമ്മളതിൻ്റെ ഒരു സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ പുറകിലാണ്. ഇപ്പോഴും നമുക്ക് ഇവിടെ ഓരോരോ സ്ഥലങ്ങളിൽ കാണുന്ന ക്യാൻസറുകൾ ഏതാണെന്ന് കൃത്യമായ കണക്കുകൾ ഇല്ല. ഇപ്പോൾ നമ്മുടെ ഒരു പരിധി വരെ പറയാം എന്നുള്ളതല്ല. അത് കാരണം നമുക്ക് ഇതിനെയൊക്കെ ബേസ് ചെയ്യുന്ന ഒരു ട്യൂമർ രജിസ്ട്രി ഉണ്ട്. അതിപ്പോൾ ICMRന്റെ കീഴിലുള്ളതാണ്. ആ ട്യൂമർ രജിസ്ട്രിയിലാണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാം എടുക്കണമെങ്കിൽ. പക്ഷെ അങ്ങനത്തെ ഒരു കറയറ്റൊരു സംവിധാനം എന്ന് പറയാൻ നമുക്ക് ഉണ്ടായിട്ടില്ല. ഡോക്ടറുടെക്ക് എന്താ പറയുക, ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഡോക്ടർക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്തത്ര ഗുഡ് വില്ലുണ്ട്. സ്വാഭാവികമായിട്ട് താങ്കൾ ഈ പരിപാടിയിൽ അതിഥിയായി വരുന്നത് തന്നെ അതിൻ്റെ ഒരു സൂചകമായിട്ടാണ്. ഇപ്പം മമ്മൂട്ടിയെപ്പോൾ ഒരാൾ പറയുകയാണ്, താങ്കൾ മുന്നിട്ടിറങ്ങിയാൽ ഞാൻ ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഇത്രത്തോളം ഗുഡ് വില്ലുള്ള ഡോക്ടർ ഗംഗാധരൻ ഒരുപക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ല?
ഞാൻ ഇവരാരും അറിയാതെ ഒരുപക്ഷെ മമ്മൂട്ടി പോലും അറിയാതെ ഞാൻ ഓൾറെഡി നമുക്കിവിടെ ലൈനുണ്ട്. അത് നമ്മൾ പക്ഷേ പുറത്താരും അറിയേണ്ട ആവശ്യം വരാറില്ല. നമുക്കിവിടെ നല്ലൊരു ഒരു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി കൂടെ നമ്മൾ ചെയ്യുന്ന ധാരാളം പ്രവൃത്തികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഗവേഷണ രംഗത്ത് ഒരു നല്ലൊരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി താങ്കൾക്കും എനിക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ വലിയ ചിലവേറിയ വില മുടക്കേണ്ട നിക്ഷേപം നടത്തുന്ന സംഭവമാണ്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ താങ്കളെപ്പോലുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങിയാൽ വേണമെങ്കിൽ ഒരു പാശ്ചാത്യ സൗകര്യത്തോടെയുള്ള നമ്മളെ ശരിക്കും അവിടെ തുടങ്ങിയ ബിൽഡേഴ്സ് അങ്ങോട്ട് പറയുകയാണ്, നമ്മുടെ കൊച്ചിയിലെ ഒരു ആശുപത്രി, ഇവരുടെ അവിടുത്തെ ഒരു ആശുപത്രി വരുന്നതെന്ന് പറയാം. നമുക്ക് ഒരു ആശുപത്രിക്കുള്ള എല്ലാ മൂവ്മെൻറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവേഷണമായിരിക്കണം. ഡോക്ടർ, അപ്പോൾ നമ്മൾ അവയർനെസ്സിൻ്റെ കാര്യം പറഞ്ഞു, മലയാളിയുടെ ഭക്ഷണ രീതിയുടെ കാര്യം പറഞ്ഞു, മാറ്റേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദേശീയ ശരാശരിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ക്യാൻസറിൻ്റെ കാര്യത്തിൽ മലയാളി എവിടെ നിൽക്കുന്നു? മലയാളിയുടെ നമുക്ക് ക്യാൻസറിൻ്റെ ഓവറോൾ ഇൻസിഡൻസിനേക്കാളും കൂടുതൽ നമ്മൾ അറിയേണ്ടത് നമുക്കിവിടെ സ്പെസിഫിക്കലി കാണുന്ന കാര്യങ്ങളാണ് മലയാളികളുടെ. അത് ഞാൻ പറഞ്ഞു, നമ്മളെ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണ്, സ്തനാർബുദം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്തനാർബുദം മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്തനാർബുദമല്ല സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കാണുന്നത്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ സിറ്റീസ് എടുക്കുകയാണെങ്കിൽ ആ കണക്കെടുക്കുകയാണെങ്കിൽ ആ 4 കണക്കിൽ ആ 4 സ്ഥലങ്ങളിലും കൂടുതലായിട്ട് കാണുന്ന സ്തനാർബുദമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കണക്കുകളും ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ കണക്കിനോട് താരതമ്യപ്പെടുന്നതാണ്. നമ്മുടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് നമ്മുടെ ഹോൾ കേരള. അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് വെസ്റ്റേൺ സ്റ്റാറ്റിസ്റ്റിക്സിനോട് സിമിലറാണ്, പുറത്തരായത്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ കാണുന്ന ശ്വാസകോശാർബുദ രോഗവും വായിക്കാൻ തുടങ്ങിയത് വരുന്ന ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് നമുക്ക് തീർച്ചയായും നമ്മുടെ കൂടി വരികയും കാണും. അതിൻ്റെ കാരണം എഗെയിൻ നമ്മുടെ പുകയിലാണ്. പുകയിലയിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശ്വാസകോശാർബുദം ഒരുപക്ഷേ ഇവരൊക്കെ വലുതായി അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരികയായിരിക്കും. പക്ഷേ അതേ സമയത്ത് വായിക്കാൻ തുടങ്ങിയത് വരുന്ന ക്യാൻസർ തീർച്ചയായും കൂടിയായിരിക്കും. കാരണം നമ്മുടെ ഇവിടെ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം, അതായത് പുക ഇല്ലാത്ത രൂപത്തിലുള്ള പുകയിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരിക, തുബാക്കയുടെ മറ്റു പല അതുണ്ട്. അപ്പോൾ ഇന്നലെ പോലും ഞങ്ങൾ അതായത് ഈ ആഴ്ച മൂവാറ്റുപുഴ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടുന്ന് ഇന്നലെ 2 ഡെൻ്റൽ സർജൻസ് വന്ന് പറയായിരുന്നു, അത് നമ്മുടെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ മൈഗ്രൻ്റ് പോപ്പുലേഷൻ നമുക്ക് കുറേ ഉണ്ടല്ലോ ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർ. പെരുമ്പാവൂർ ആലുവ ഭാഗത്ത് പലരുടെയും വീടുകളിൽ ചെറിയ കടയാണെന്ന് പറയുന്നത്, ഈ സാധനങ്ങൾ വിൽക്കുന്ന തമ്പാക്കു. രാവിലെ ഒരു 6 മുതൽ 7:30 മണി വരെ ആ കടയിൽ സാധനം കിട്ടും. അത് ഞാൻ അവർക്ക് ജോലിക്ക് പോകാം. ഇതിങ്ങനെ അടിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ തൃശ്ശൂർ സ്കൂളിൽ പോയി ഇതുപോലെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് അവരോട് ഉത്തരം ചോദിച്ചപ്പോൾ അവർ കൊച്ചുകുട്ടി എഴുതിയ ഉത്തരം ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ ആ ചോദ്യാവലിയിൽ ഒരു ചോദ്യം ഇതായിരുന്നു, എന്താണ് നിങ്ങളെ കുട്ടിയെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എഴുതിയ ഉത്തരം എന്താണെന്നറിയോ, ക്ലാസ് മുറിയിൽ വരുന്ന പല അധ്യാപകരെയും എനിക്ക് അഭിമുഖീകരിക്കാൻ പേടിയാണ്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ വായിക്കാത്ത വെച്ചുകൊണ്ട് ക്ലാസ് മുറിയിൽ ഇരുന്നാൽ ഏത് ടീച്ചർ വന്ന് ക്ലാസ് എടുത്താലും എനിക്കൊരു പേടിയില്ലെന്നോ. വേറെ ലോകത്താണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെ ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഡോക്ടറുടെ വഴിത്താരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ക്യാൻസർ വിട്ടിട്ട് ഡോക്ടറുടെ ഒരു എന്താ പറയുക ഒരു വരവിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കൂടി നമുക്ക് ഈ ഒരു പരിപാടിയിൽ പരാമർശിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരികയാണ്. ഗംഗാധരനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഗംഗാധരൻ്റെ ബുൾബുൾ വായനയാണ്. വായന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്ന് പഠിച്ച പാഠങ്ങളൊക്കെ എഴുതി പഠിക്കുന്ന ഒരു സ്വഭാവം താങ്കൾക്കുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ബാഡ്മിൻ്റൺ നമ്മൾ ഒരുമിച്ച് ടേബിൾ ടെന്നീസ് കളിച്ചിട്ടുണ്ട്. താങ്കൾ ബാഡ്മിൻ്റൺ കോളേജ് ടീമിലുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഷോ സിനിമകൾ, ഇന്ത്യൻ കോഫി ഹൗസ് സന്ദർശനങ്ങൾ, 75 പൈസയ്ക്ക് സെക്കൻഡ് ഷോ 3rd ക്ലാസ് ടിക്കറ്റ്, 25 പൈസയ്ക്ക് മസാല ദോശ, ഇങ്ങനെ പല ഓർമ്മകൾ. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. കാരണം വെച്ചാൽ അതായിരുന്നു ജീവിതം. ഇന്നത്തെ സന്തോഷം ഇപ്പം കിട്ടുന്നില്ല. 25 പൈസയായിട്ട് മസാല ദോശ കിട്ടാത്തതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല, ഞാൻ പറയുന്നത് ഷെനായ്സിൽ പോയിരുന്ന അന്ന് ഷെനായ്സ് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അന്ന് ആദ്യത്തെ സിനിമയൊക്കെ മെക്കനാസ് ഗോൾഡാന്ന് തോന്നുന്നു കണ്ടത്. അപ്പോൾ കുതിരപ്പുറത്ത് നായകൻ വരുമ്പോൾ നമ്മൾ അതിന് കൂടെ പോകണം. ഇന്നലെ വിസ്താര പ്രൊജക്ഷനല്ലേ. അപ്പോൾ കുതിര അവിടെ നിന്ന് ഇങ്ങേറ്റത്ത് ഓടുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട് റോയിലുണ്ട്. അപ്പോൾ കുതിര പോകണമെങ്കിൽ കൂടെ കാണാൻ നമ്മൾ കാണണമെങ്കിൽ കുതിരയുടെ കൂടെ നമ്മൾ തിരിയണം. അപ്പോൾ അത്രമാത്രം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള സമയമാണ് അതൊക്കെ. ആ
പക്ഷെ ആ ജീവിതം നമ്മളെ വളരെയധികം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഡോക്ടർക്ക് ഒരു ജീവിതവും കൂടെ വരാൻ തന്നേക്കാമെന്ന് ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ താങ്കൾ മഹാരാജാസ് കോളേജിലാണോ പോവുക? തീർച്ചയായിട്ടും അവിടെ പോവുക. എൻ്റെ ഫസ്റ്റ് ചോയ്സ് മഹാരാജാസ് കോളേജാണ്. പക്ഷെ താങ്കൾക്ക് ആദ്യകാലത്ത് മഹാരാജാസ് പഠിക്കുന്ന ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയിട്ട് ക്രൈസ്റ്റ് കോളേജിൽ പോയി പറഞ്ഞാണ്. തിരിച്ചു പറഞ്ഞാണ്. അത് ക്രൈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ്. മഹാരാജാസിന് അങ്ങോട്ട് പോയപ്പോഴല്ല, ക്രൈസ്റ്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് തോന്നിയത്. പക്ഷെ മഹാരാജാസിന് തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് തോന്നുന്നു എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ അന്ന് ഞാൻ മഹാരാജാസിനെ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞു 3 വർഷം കഴിഞ്ഞപ്പോൾ. മഹാരാജാസ് ആണ് താങ്കളെ എന്താ പറയുക ഇതുപോലൊരു വ്യക്തിയാക്കി മാറ്റിയത്. നല്ലൊരു പങ്ക് മഹാരാജാസും സാനുമാഷൊക്കെ ഞാൻ ഒരിക്കലും പറയാം. സാനുമാഷൊക്കെ ശരിക്കും താങ്കൾ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നു, രാത്രി വരുന്നു, പിന്നെ രാത്രി സെക്കൻഡ് ഷോ കണ്ട ആ സിനിമയുടെ കഥകൾ പറഞ്ഞിരിക്കുന്നു, രാത്രി പോയി ചായ കുടിക്കുന്നു, മസാല ദോശ കഴിക്കുന്നു, അതെ, പിന്നെ വ്യായാമത്തെക്കുറിച്ച് പറയുന്നു, ടേബിൾ ടെന്നീസ്, ഷട്ടിൽ, എല്ലാം ഉണ്ട്, സംഗീതം ആസ്വദിക്കുന്നു, എല്ലാം ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അത് മഹാരാഷ്ട്രയിൽ നടക്കുകയുള്ളൂ. മഹാരാഷ്ട്രയിൽ നമുക്ക് ഈവൻ ക്ലാസ് നടക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട്, MBBS പോകുന്നതിന് മുമ്പ് ആർട്സ് കോളേജിൽ പഠിക്കണം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സ്കൂൾ കഴിഞ്ഞ് 10th പോയി 12th കഴിഞ്ഞു നേരെ MBBS പോവാം. അവർ മനസ്സിലാക്കുന്നില്ല, കോളേജ് ലൈഫ് അവർ മനസ്സിലാക്കുന്നില്ല. ഇവരൊക്കെ ബ്രോയിലർ ചിക്കനാണ്, ചിക്കനാണ്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്ത് പഠിച്ചത്. കാരണം ഞാൻ ക്രൈസ്റ്റിൽ പഠിച്ചു, അത് ഞാൻ മഹാരാഷ്ട്രയിൽ BSc പഠിച്ചു. BSc പഠിക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു. പക്ഷേ BSc പഠിച്ചു. ആ പഠിക്കുന്ന സമയമൊക്കെ നമ്മൾ കാണുന്ന ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഇൻഫ്ലുവൻസസ് യു. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ്സ് 2 പേര് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് തമ്പിയായിരുന്നു. തമ്പി എന്ന് പറയുന്നത് തമ്പി ഈസ് എൻ IPS ഓഫീസറാണ് ഇൻ കൽക്കട്ട, റിട്ടയർ ചെയ്താണ് ജസ്റ്റ്. ഞങ്ങളെപ്പോഴും വിളിക്കുന്ന കഥകളി ശശിയായിരുന്നു. ശശി കഥകളി ആർട്ടിസ്റ്റായിരുന്നു, എൻ്റെ തിരിച്ച് ഒന്ന് ജോയിൻ ചെയ്താണ്. റോണിയൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും നമുക്കൊക്കെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള രസമായിട്ടുള്ള ഒരു മേഖല ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. താങ്കൾ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. എല്ലാവരുമായിട്ടും. എന്നാൽ അന്നത്തെ ആ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനെ സ്മരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് വേണ്ട ഉറക്കം എടുക്കാവുന്നതാണ്. എടുക്കാമല്ല. ഇത് വായിച്ചാണോ ഡോക്ടർ ചിത്രധാരയെ വീഴ്ചത്? ചിത്രധാര വീണ് കാണും മിക്കവാറും കണ്ടിട്ട്. ആണോ? ഇനി ഡോക്ടർ ചിത്രധാര ആരാന്നുള്ള കാര്യം നിങ്ങൾ സംശയിക്കേണ്ടതാ വരുന്നു. രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏത് രോഗിയും വിചാരിക്കും എന്നെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. പക്ഷേ അങ്ങനെ അതുകൊണ്ട് ഒരുപാട് രോഗികളുടെ വിരോധം എനിക്ക് പോലും കിട്ടുന്നുണ്ട്. ചിലരാണെങ്കിൽ വിചാരിക്കും എന്ത് ഡോക്ടറിൻ്റെ വൈഫ് എന്തിനും ഇങ്ങനെ അടുത്തിരിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് ഇരിക്കാം, അത്രയ്ക്ക് എന്തിനാണ് ഡോക്ടറിനെ സ്നേഹിക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇടയ്ക്ക് വരെ കയറി ഇരുന്നിട്ടുള്ള രോഗികൾ വരെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഇത്ര ഒക്കെ നേട്ടം കൈവരിക്കാം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് അല്ലെ എങ്ങനെയാണ് അതെല്ലാം ചെയ്യുന്നത് എന്നാണ്. സാധാരണ ഭാര്യമാർക്ക് കുറേ കഴിയുമ്പോൾ ഭർത്താവിനോട് വലിയ ആദരവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡോക്ടറുടെ ഭാര്യയ്ക്ക് അങ്ങനെയല്ല, ആദരവ് കൂടി വരുവാണ്. എനിക്ക് തിരിച്ച് അതിൽ കൂടുതലുണ്ട്, തിരിച്ചങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ട് അതിൽ കൂടുതലുണ്ട്. ശരിക്കും തീർച്ചയായിട്ടും കൈയടിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും MBBS കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. അല്ല, അതിന് മുമ്പ് MBBS കഴിഞ്ഞ ഉടനെ കല്യാണമല്ല, MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രണയിച്ചു. അതെന്താ മിസ്റ്റേക്ക് ചെയ്ത് കല്യാണം കഴിച്ചാൽ ഞാൻ പറഞ്ഞു. അന്ന് ഇത് മൗത്ത് ഓർഗനായിരുന്നോ ബുൾബുൾ ആയിരുന്നു? എന്തായിരുന്നു? രണ്ടും ഉണ്ടായിരുന്നു. ഏതിലാണ് ഡോക്ടർ ചിത്ര വീണത്?
ചോദിക്കേണ്ടി വരും ഒന്നും കൂടി ചിലപ്പോൾ. ആണോ? എന്തായാലും ചോദിച്ചിട്ടുണ്ടാവില്ല. ഇല്ല ആ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ മാറ്റി വെക്കേണ്ടി വരില്ല, ഞാൻ ചോദിക്കാറില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റെപ്പിലും വി വർ ടുഗദർ. ഇൻ ദി സെൻസ് സപ്പോർട്ട് കിട്ടുന്നത് മുഴുവൻ അവിടെ നിന്നായിരുന്നു. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് മുഴുവൻ ഉണ്ടായില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല, പക്ഷേ പല സമയത്തും ഷി ഹാസ് സാക്രിഫൈസ് മെനി തിങ്സ്. ഞാൻ എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ലോങ് വേ ആയിരുന്നു. ഇപ്പം MBBS കഴിഞ്ഞു. എനിക്കറിയാം താങ്കൾ ഡൽഹിയിലേക്ക് പോകുന്നു, വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, തിരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് വരുന്നു, തിരിച്ച് അടയാറി പോകുന്നു. അപ്പം ഇറ്റ്സ് ജസ്റ്റ് ലോങ് സ്പെൽ. അതായത് നമുക്ക് ആലോചിച്ചറിയാം, അതായത് അതിനിടയ്ക്ക് ഒരു മോൻ ജനിക്കുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഫാമിലി പ്രോബ്ലം കണ്ടുവാനും ഉണ്ടാകുന്ന സമയം. പക്ഷെ അതൊക്കെ ഷീ ടുക്ക് ദി ചാലഞ്ച്. കുറച്ചു കാലം ഭാര്യയുടെ ശമ്പളത്തിൽ ജീവിക്കുന്നു. തീർച്ചയായിട്ടും അത് പറയാൻ മടിയില്ല. അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? തിരിച്ച് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ശരിക്കും അനുഗ്രഹം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ സാറിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയാം, ലവ് മാരേജ് പ്രൊമോട്ട് ചെയ്യുന്നു പറയും. പ്രണയത്തിന്റെയും പ്രണയ വിവാഹത്തിന്റെയും വ്യക്തമാണ്. അപ്പൊ ഇനി മെഡിസിൻ പഠിക്കുന്ന പിള്ളേരെല്ലാം പ്രണയിക്കും മിക്കവാറും. അതുകൊണ്ട് അങ്ങോട്ട് നോക്കാതെ വരട്ടെ. ഡോക്ടറെ, ഒരു കുസൃതി ചോദ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാം നിങ്ങളോട് ഭയങ്കര ബഹളമാണെന്നും അവിടെ കലഹം നടക്കാറുണ്ടെന്നും കേട്ടു. അത് ശരിയാണോ? കാരണം നിങ്ങൾ 24 മണിക്കൂറും രോഗികളെ മാത്രം കാണുമ്പോൾ കുട്ടികളുമായിട്ടും ഭാര്യയുമായിട്ടും യാതൊരു സമയത്തിനും അവർക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ മാറ്റുന്നത്? വിഷമനെ തെറ്റുപറ്റാൻ ഞാൻ കുട്ടികളുമായിട്ടും ഭാര്യമാരുമായിട്ടെന്ന് പറയുന്നത് അത് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഒരു പ്രശ്നമില്ല. വിശംബരനായിട്ട് പ്രശ്നം ഉണ്ടാക്കായിരുന്നത് ഇത് കേൾപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കായിരുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു മോൻ എപ്പോഴും പറയാറുണ്ട്, രണ്ടാമത്തെ മോൻ എപ്പോഴും പറഞ്ഞു, എനിക്കത് ഈ വേദിനെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഐഡിയൽ കപ്പിൾ. ഏത് മകനാ പറയുന്നത്? രണ്ടാമത്തെ മോൻ ഗോവിന്ദാണ്. ഐഡിയൽ കപ്പിൾ. അതായത് കാരണം വെച്ചാൽ ഭാര്യ കിടന്നുറങ്ങുമ്പോഴേ ഭർത്താവ് വരുള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്ക് ചിത്രം നേരത്തെ വന്ന് കിടന്നുറങ്ങുന്നുണ്ടാവും. രാവിലെ ചിത്രം നേരത്തെ എഴുന്നേറ്റ് പോകും, ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പരസ്പരം കലഹിക്കാറില്ല, കാണാറില്ല, തമാശ പറ്റി പറയാറുണ്ട്. അതായത് ഐഡിയൽ കപ്പിൾ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ചെറുതായ സമയത്ത് ഇവർ രണ്ടുപേരെയും ഞാൻ ദിവസവും രാവിലെ കളിക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഒരുപക്ഷെ മറ്റാരും രാവിലെ രണ്ടുപേരും ഷട്ടിൽ കളിക്കുമായിരുന്നു. ഞാനും രാവിലെ കളിക്കാൻ പോകുമായിരുന്നു. അവർ രാവിലെ ഒരു 5:05 എഴുന്നേറ്റ് ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി കളിച്ച് തിരിച്ചു വന്ന് ഇവർ രണ്ടുപേരും സ്കൂളിൽ പോയി ശേഷം ഞാൻ എൻ്റെ തുടങ്ങുകയുള്ളൂ. വൈകുന്നേരം ആണെങ്കിലും ഇവർ രണ്ടുപേരും കളിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു, ധാരാളം. വേണ്ട സമയത്ത് ചെലവഴിച്ചിരുന്നു. എന്തായാലും താങ്കളും ഭാര്യയും തമ്മിൽ കലഹിക്കാതെ അല്ലെങ്കിൽ അമ്മയും തമ്മിൽ കലഹിക്കാതിന്റെ കാരണം കണ്ടുപിടിച്ച മകൻ, അതെ, അവനെ കൊണ്ടുവരേണ്ട സമയമായി. വരട്ടെ. ഞാൻ വീട്ടിൽ കിട്ടിയ വളരെ ചുരുക്ക സമയങ്ങളിൽ അച്ഛനായിട്ട് സംസാരിച്ചിട്ടുള്ളതും അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങളുമെല്ലാം ഒരുപക്ഷെ സത്യം മാസ്റ്റർ സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേ കളികളെക്കുറിച്ചോ അല്ലെങ്കിൽ തമിഴിലെ വലിയ വലിയ സിനിമകളെക്കുറിച്ചോ ഒക്കെയാണ്. ഞാൻ ഡോക്ടർ ഗംഗാധരനോട് ചോദ്യം ചോദിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ അതൊരു ഗുരുസന്തോഷമാണ്. എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ള കാര്യം, അച്ഛൻ്റെ ഈ മറ്റു മുഖം, ആരും കാണാത്ത ആ മുഖം, സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, കലയെ സ്നേഹിക്കുന്ന ഒരാൾ, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ അച്ഛനെയും അതുപോലെ ഡോക്ടർ ഗംഗാധരൻ എന്ന വ്യക്തിയും സ്വാധീനിച്ചിട്ടുള്ളത്? ഇവന് ചിലപ്പോൾ നർമ്മമുണ്ടോ? വളരെയധികം. അപ്പോൾ അച്ഛനെ ഊതുക എന്നുള്ളതാണ് ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ എൻ്റെ രസമുണ്ട്, അച്ഛനൊന്നല്ല, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ സമയം ചെലവഴിക്കാൻ. രണ്ടാമത്തെ മോന് പ്രശ്നമൊന്നും, അവനെ കുറച്ച് ആദ്യമേ സ്റ്റാർട്ടിങ് എന്നുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ധാരാളം പോകും. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ രാത്രിക്കാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചില്ല, രാത്രി ഇഷ്ടംപോലെ സമയം സിനിമയ്ക്ക് പോകാമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇവരാരെങ്കിലും ഒരാൾ പോയി സിനിമ കാണും. മിക്കവാറും രണ്ടാമത്തെ മോനെ ആദ്യമേ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് നല്ല സിനിമയാണ് എന്നോട് പറയുന്നത്, അച്ഛൻ നമുക്ക് ഒന്നും കൂടെ പോയി കാണാമെന്ന് പറയും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ധാരാളം സമയം സംസാരിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട്, ഞാനൊരു പഴയ സിനിമകളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ധാരാളം സംസാരിക്കാൻ സാധിക്കും. സത്യൻ പ്രേംനസീർ, മധു, അന്നത്തെ ആരാധകനാണ് സത്യമാഷാണ്. ആ പറഞ്ഞാൽ സത്യമാഷാണ്. എൻ്റെ സത്യമാഷ് ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടി. അറിയാം. അദ്ദേഹം, ഞാൻ എല്ലാ വിധത്തിലും പറയാറുണ്ട്, അതായത് ക്യാൻസറിൻ്റെ ഒരു വശം പലപ്പോഴും ആരും ആലോചിക്കാറില്ല. നമ്മൾ പറയും ഡയബറ്റീസ് വന്നൊരു രോഗി ഡയബറ്റീസ് അസുഖം മാറിയിട്ടല്ല ജീവിക്കുന്നത്, ഡയബറ്റീസ് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിനെ ക്യൂർ ചെയ്യുന്നില്ല. ഒരു BP ഉള്ള ഒരു പ്രഷർ വന്ന രോഗി പ്രഷർ മാറിയല്ല ജീവിക്കുന്നത്, അദ്ദേഹം പ്രഷർ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുപോലെ ക്യാൻസർ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കും. പലതരം ക്യാൻസറുകൾ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ക്യാൻസർ ചികിത്സയിലെ
ഒരു ഭാഗം മാത്രമേ നമുക്ക് സത്യൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് സത്യൻ കൺട്രോൾ ചെയ്യാൻ 10 വർഷമെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. 10 വർഷം. ബാലൻ കെ നായർ മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസർ വെച്ചുകൊണ്ടാണ് അവസാനം മരിക്കുന്നൊന്നും ക്യാൻസർ കൊണ്ടല്ല. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ സുഖമായിട്ട്. അപ്പോൾ താങ്കൾ നല്ലൊരു സമയം ഇതുപോലെ ഒരുപക്ഷെ ഈ ആതുര സേവനവുമായി ബന്ധമില്ലാത്ത കലാപരമായ മേഖലയിൽ വിഹരിക്കാറുണ്ട്, സിനിമ കാണും, ധാരാളം കാണും. ഒരുപക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന താങ്കളായിരിക്കുമോ? സംശയമൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 19-20 സിനിമ ഒരു മാസം കാണും. ദൈവമേ, അന്ന് ആലോചിക്കണം, അന്ന് എറണാകുളത്ത് 19 സിനിമ കാണണമെങ്കിൽ ഓരോ തിയേറ്ററിൽ ചിലപ്പോൾ 2 ഷോ ഒക്കെ കാണേണ്ടി വരും, 2 തിയേറ്ററിൽ പോയി കാണേണ്ടിയൊക്കെ വരും. ഞങ്ങൾ യഥാർത്ഥത്തിൽ താങ്കൾ പഠിച്ചിട്ടില്ല, സിനിമ പഠിച്ചിട്ടുണ്ട്. സിനിമ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ നമുക്ക് സമയം കണ്ടെത്താനൊന്നും ഒരു കാലഘട്ടത്തിൽ മലയാളി ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പിറ്റേ ദിവസം പരീക്ഷയാണ്, തലേദിവസം സെക്കൻഡ് ഷോ പോയി കാണും. ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഏകാഗ്രത. ഞാൻ അങ്ങനെയും കൂടെ അല്ല കണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സർജറി പരീക്ഷയുടെ ഒരു പരീക്ഷ എഴുതി. വളരെ ടഫായിരുന്നു. അപ്പോൾ സെക്കൻഡ് എഴുതുന്നതിൽ വലിയൊരു അർത്ഥമൊന്നും ഉണ്ടാവാൻ തോന്നിയില്ലെന്ന് തോന്നിയോണ്ട് ചോദിച്ചാൽ നമുക്ക് സിനിമയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ഞാൻ കണ്ട സിനിമ മൂന്നാം പിറയാൻ തോന്നുന്നു. മൂന്നാം പിറ സിനിമയായിരുന്നു. അത് കമലഹാസൻ്റെയാണ്. അപ്പോൾ എന്തായാലും പോയി കാണാം. സിനിമയൊക്കെ കണ്ട് സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് പിറ്റേ ദിവസം വളരെ സുഖമായിട്ട് പരീക്ഷ എഴുതി. വളരെ എളുപ്പമായിരുന്നു. താങ്കൾ ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവിതം കട്ടപ്പയാക്കും. കാരണം വെച്ചാൽ ഇനി ഇവർ സെക്കൻഡ് ഷോ പരീക്ഷ പോയി കാണും. ഇതൊക്കെ ഡോക്ടറുടെ കാര്യമാണ്. ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വെച്ചാൽ തിരിഞ്ഞ ആലോചിച്ചാൽ തലേദിവസം രാത്രി പഠിച്ചുകൊണ്ടൊന്നും പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതുന്ന നടക്കൊന്നുമില്ല. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. അത് വലിയ ഇതൊന്നുമില്ല. പക്ഷേ അന്നത്തെ മൂഡൊക്കെ അങ്ങനെയായിരുന്നു. അന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ കുട്ടികളല്ല ഞങ്ങൾ. അന്നത്തെ കുട്ടികളെ വി എൻജോയ്ഡ്. ഞാൻ പറഞ്ഞു ഇവരൊന്നും ശരിക്കും പഠിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്യുന്നില്ല. കാര്യം ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവരൊക്കെ വലിയൊരു കല്ല് നെഞ്ചിൽ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ആ 4-5 വർഷം കോട്ടയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും ഒരു വിവരണം കൊടുക്കാറുണ്ട്. നമ്മളെ 2 വിഭാഗമായിട്ട് ഇവർ തരംതിരിക്കാം. ഒന്ന് ഇവർ കളമശ്ശേരിയല്ലേ എല്ലാവരും. കളമശ്ശേരി ഇവർ കോളേജിൽ പഠിച്ച കുട്ടികൾ, അത് കുറച്ച് പേര്. കളമശ്ശേരി കോളേജിൽ ജീവിച്ച കുറച്ച് കുട്ടികളുണ്ടാവും. അവരുടെ മെച്ചം വെച്ചാൽ അവർക്ക് അടുത്ത ഏത് തട്ടുകടയിലാണ് ഏറ്റവും വില കുറഞ്ഞ പൊറോട്ട കിട്ടുക, ഏറ്റവും നല്ല പൊറോട്ട കിട്ടുമെന്നോ, അല്ലെങ്കിൽ 25 വയസ്സൊക്കെയുള്ള മസാല ദോശ എവിടെയാണെന്ന് അവർക്കറിയായിരിക്കും. അത് അവർ ആ 5 വർഷം അവർ ദേ ലിവ്ഡ് ഇൻ ദാറ്റ് കോളേജ്, മറ്റൊരു ദേ ലേൺഡ് ഇൻ ദാറ്റ് കോളേജ്. ഇപ്പം ഗംഗാധരൻ ഡോക്ടർക്ക് കൊച്ചിയിൽ ഓരോ തട്ടുകടയിലുള്ള റേറ്റ് അറിയാമോ? അതോ താങ്കൾ ആ ലോകത്ത് നിന്ന് മാറിയോ? തട്ടുകൾ ഇപ്പോഴും പോയി കഴിക്കാറുണ്ട്. ഞാൻ കാവ്യമുണ്ട് കൊടുത്തുകൊണ്ട് സെക്കൻഡ് ഷോ കാണാറുമുണ്ട്. അത് കാവ്യമുണ്ട് എടുത്തുകൊണ്ട് പോകുന്ന കാരണം സുഖമല്ലേ? പാൻറ്റഡ് ഇതിനേക്കാളെ ഏറ്റവും സുഖം മുണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. എവിടെ പോയി ഇരിക്കാൻ വേണേ സൗകര്യം വേണ്ട, ആരും മാണിക്കുത്തിയിരിക്കാം. നല്ല പുറകെ ഡോക്ടറെ എന്ന് വിളിക്കാറുണ്ടോ ആരെങ്കിലും? ഒരിക്കൽ രസം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇവിടുന്ന് അത് ഒരു 5-6 മാസം മുമ്പാണ്. രാത്രി ഞാൻ ഇവിടുന്ന് പാലക്കാടേക്ക് പോവാണ്, ഒരു മീറ്റിങ്ങിന് പോവാണ്. അപ്പം ആലുവ അങ്കമാലി അടക്കി വെച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഒരു തട്ടുകടയിലിരുന്ന് ഞാനും എൻ്റെ ഡ്രൈവറും ഉണ്ട്. ഞങ്ങൾ പതുക്കെ ചായ കുടിക്കുമ്പോൾ തട്ടുകടയിൽ അദ്ദേഹം വന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ ഒരു രോഗിയെ കൊണ്ട് കാണിച്ചു. അതുപോലെ ഒരു 6-7 പേര് ഓടി വന്നു. അവർ ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരിക, പൊളിറ്റിക്കൽ മീറ്റിംഗ് കഴിഞ്ഞ് വരിക. സാറെന്താ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കാപ്പിടിക്കാൻ വന്നിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നം പണ്ടില്ലായിരുന്നു. പണ്ട് ഈ പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ പക്ഷേ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും നമ്മളെ താങ്കൾ മീഡിയയിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടല്ല, കൂടുതൽ ആൾക്കാരെ അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം. കൂടുതൽ ആൾക്കാരെ ഇപ്പം നമ്മളെ പലപ്പോഴും ഈ കൂടുതൽ രോഗികളെ കാണുന്നതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിചയം കാണും. ഇനി അറിയാതിരിക്കണേ താങ്കൾ താടിയൊക്കെ ഒടിച്ചു മാറ്റണം. അത് ശരി. പക്ഷേ അതുകൊണ്ട് ഇപ്പോഴും പക്ഷേ ഞാൻ എൻജോയ് ചെയ്യാം. ഞാനിപ്പോൾ ഇപ്പോഴും നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറയും ഇങ്ങനത്തെ ചെറിയ തട്ടുകടകളിലാണ്. പൊറോട്ടയും ബീഫും കഴിക്കുന്നു. ഇവ കഴിക്കാറില്ല. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ കഴിക്കാറില്ല. ഒരു മകൻ വന്ന സ്ഥിതിക്ക് മറ്റേ മകനൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. വരട്ടെ. ഹലോ അച്ഛാ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അച്ഛനോട്. സാധാരണ കുടുംബങ്ങൾ അച്ഛനും അമ്മയും ഡോക്ടർമാരാകുമ്പം മക്കളും ഡോക്ടർമാരായിരിക്കും. എന്തുകൊണ്ടാണ് അച്ഛൻ എന്നെ നിർബന്ധിക്കാറുന്ന ഡോക്ടറാകാൻ വേണ്ടി? പല കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, ഹി വാസ് എ വെരി ഗുഡ് ഷട്ടിൽ പ്ലെയർ. നല്ലൊരു ഷട്ടിൽ പ്ലെയർ ആയിരുന്നു. ഇപ്പോഴത്തെ നാഷണൽ ലെവലിൽ നിൽക്കുന്ന പല ഷട്ടിൽ പ്ലെയേഴ്സിൻ്റെയും കൂടെ തന്നെ അതേ ലെവലിൽ തന്നെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് ഷട്ടിൽ പ്ലെയറായിട്ട് എന്നെ വിട്ടാൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നു. അവനെ സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു.
അതുപോലെ നാഷണൽ ലെവലിൽ നല്ല പൊസിഷൻ ലെവലിൽ കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ അവൻ്റെ ടേസ്റ്റ് അവന് മെഡിസിനോട് ടേസ്റ്റ് ഉള്ളത് തോന്നിയിട്ടില്ല. അവന് ഞാൻ രണ്ടുപേരും കമ്പൽ ചെയ്തിട്ടില്ല. ഒരു നിർബന്ധം താങ്കൾക്കില്ല? ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം ആഗ്രഹിക്കാറുള്ളൂ, ഇവർ രണ്ടുപേരും നല്ല വ്യക്തികളാണെന്ന് മാത്രമേ ഉള്ളൂ. ജീവിക്കണം നന്നായിട്ട്, ഗുഡ് യൂസ്ഫുൾ ടു സൊസൈറ്റി. അതിനപ്പുറം രണ്ടുപേർക്കും എന്ത് പ്രൊഫഷനാണെന്ന് അവർ പ്രശ്നമില്ല. പക്ഷേ ഇവൻ ആദ്യം തൊട്ടേ അവന് വലിയൊരു പ്രതിപത്തിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ അവന് ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഹി വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അത് കുറച്ചും കൂടെ കടന്ന ആഗ്രഹമാണ് അവന്. ഹി വാണ്ടഡ് ടു ബി എൻ ഓങ്കോളജിസ്റ്റ്. ഓ ശരി. അത് ആ സ്റ്റെപ്പിൽ എത്തിയിട്ടില്ല. താങ്കളെ മറികടക്കുക എന്നുള്ളതായിരിക്കും അവൻ്റെ ആഗ്രഹം. നോക്കിക്കോളൂ. ഒരു പക്ഷേ അവന് ഇഷ്ടപ്പെട്ട ലൈഫായി തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും മറികടക്കുന്നേക്കാളും കൂടെ അവന് ഇഷ്ടപ്പെട്ട ലൈഫായിട്ട് തോന്നിക്കാണുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് ട്രാക്ക് MBBS കഴിഞ്ഞു. ജസ്റ്റ് നോ ഹി ഗോട്ട് ഹിസ് അഡ്മിഷൻ ഫോർ ഹിസ് MD മെഡിസിൻ. ഒരു MD മെഡിസിൻ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ലെറ്റ് ഗോ ഫോർ ഹിസ് ഓങ്കോളജി. അപ്പോൾ താങ്കളുടെ വഴിത്താരയിൽ താങ്കളുടെ ഒരു മകൻ ഉണ്ടാകണം. അവനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതായത് ഞാൻ ജീവിക്കുന്ന പോലെയും ഞാൻ തൊഴിലെടുക്കുന്ന പോലെയും തൊഴിലെടുക്കണം. ഞാൻ MBBS ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഫഷൻസ് യു ക്യാൻ എവർ തിങ്ക് ഓഫ്. അതേ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും മലിനപ്പെടുത്താവുന്നതായൊരു പ്രൊഫഷനാണ്. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വരെ മാറ്റാം. തീരുമാനം അവൻ്റെ കയ്യിലാണ്. അപ്പോൾ നീ ജോയിൻ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. നിനക്കൊരു ഈസി ലൈഫും ഒരു ഫാസ്റ്റ് ലൈഫൊക്കെ നിനക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ ഡോണ്ട് ടേക്ക് ഗോ ഫോർ ഈ പരിപാടിക്ക് പോകരുത്. പക്ഷേ ബട്ട് അതർവൈസ് ഇഫ് യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ നൗ നിനക്ക് ഒരിക്കലും റിപ്പൻഡ് ചെയ്യേണ്ടി വരാറില്ല എന്നുള്ളതാണ്. ബട്ട് ഹി ലൈക്സ് ഇറ്റ് ഈവൻ നൗ. ഈ നിമിഷം വരെ ഹി എൻജോയ്സ്. ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അച്ഛൻ ചില കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഞാൻ അങ്ങനെയല്ല, പല ടിപ്സ് കൊടുക്കാറുണ്ട്. ടിപ്സ്, അതായത് പ്രത്യേകിച്ച് എക്സാംസിനൊക്കെ പോവുകയാണെങ്കിൽ അത് സബ്ജക്റ്റ് പഠിപ്പിക്കുകയല്ല, വാട്ട് ഷുഡ് ബി യുവർ അപ്രോച്ച് ഇൻ ഫേസിങ് ദി എക്സാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. സമീപനങ്ങൾ എന്തായിരിക്കും? എനിക്ക് സുഖമില്ലാതെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രോഗത്തെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, നിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം ഒരു മാലാഖേനെ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം നീ അത് കാരണം വിഷമിക്കുകയൊന്നും വേണ്ട, നിൻ്റെ കൂടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച ഒരാളുണ്ട്, ഒരു മാലാഖ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാലാഖ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന അങ്ങനെ ഒരു മാലാഖേനെയാണ് ഞാൻ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ മാലാഖ ഒരു ദിവസം എൻ്റെ ഹോസ്പിറ്റൽ റൂമിലേക്ക് കയറി വന്നത് കഴുത്തിലൊരു സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ടാണ്. ആ മാലാഖയാണ് ഞങ്ങളുടെ ഡോക്ടർ VP ഗംഗാധരൻ. ഞങ്ങൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ സെയിൻറ്റ് വിത്ത് സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഡോക്ടർ ചിത്രധാര സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ പോലും സാറ് പഠനം തുടർന്നുകൊണ്ടിരുന്നപ്പോഴും ഡോക്ടർ ചിത്രധാര ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും സാറ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം മാമിനും അതുപോലെ തന്നെ സാറിൻ്റെ കുടുംബത്തിനും സാറിനെ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ പഠനകാലത്തും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഡോക്ടർ ചിത്രധാര സാറിൻ്റെ ഭാര്യയായി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഡോക്ടർ VP ഗംഗാധരനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നോ എന്നുള്ളതാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. ഉത്തരം ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അതായത് ഒരു പക്ഷേ ഈ പ്രൊഫഷനെ മനസ്സിലാക്കാനും നമ്മുടെ ബാക്കി ജീവിതത്തിന് അത് എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് ഭാര്യയും അതേ പ്രൊഫഷനിലാകുമ്പോഴാണ്. ചിത്രയ്ക്ക് ഇപ്പോൾ ഒരേ പ്രൊഫഷനുള്ളവരെ പ്രണയിക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത്? ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല, MBBS പഠിക്കുമ്പോൾ തന്നെ പറയാൻ MBBS പഠിക്കുമ്പോൾ തന്നെ ഇത് വലിയ അപകടമാണ് കേട്ടോ. ഒരുപാട് ഇപ്പം തന്നെ പ്രണയം ആരംഭിച്ചുകളെ. അതെ, നിങ്ങൾക്ക് വേണ്ടിയല്ല പറയണേ. അല്ല അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ പ്രൊഫഷനിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ മോനോട് പറഞ്ഞ ഒരു കാര്യം അതാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ പല നല്ല സന്ദർഭങ്ങളും നല്ല മുഹൂർത്തങ്ങളും നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ആസ് യു ഗോ ഹയർ ഇൻ യുവർ പ്രൊഫഷനാണ്. തുടങ്ങുന്ന സമയത്ത് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ വരുന്നു, ഈ വരാനിരിക്കുന്ന സമയത്ത് എനിക്കൊരു എമർജൻസി കോൾ വന്നാൽ ഞാൻ പോയേ പറ്റുള്ളൂ. ഐ ഹാഡ് ടു ഗോ. അല്ലെങ്കിൽ ഒരാഴ്ച തമാശ പറഞ്ഞത് തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിടയ്ക്ക് പറഞ്ഞത്, രണ്ടാമത്തെ മോൻ തമാശ പറഞ്ഞല്ലോ, അവൻ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കല്യാണം അച്ഛനൊരു കാര്യം ചെയ്യാം, ഏറ്റവും നല്ലത് ലേക്ക് ഷോറിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമായിരിക്കും. അങ്ങനെയാണ് കല്യാണത്തിന് ഇടയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണേൽ വന്ന് കണ്ടിട്ട് തിരിച്ചു പോയി ജോലിക്ക് കയറാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അത് തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് സംഭവിക്കും.
നമുക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മുടേതായിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അത് പ്രിപ്പയർഡ് ആകുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു ഭാര്യ ഉണ്ടാവുക എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത് എപ്പോഴും ഇപ്പോൾ വേറൊരു ഇതാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കിക്കോളാൻ നിർബന്ധമില്ല. അപ്പം ഡോക്ടർ ചിത്രധാര താങ്കളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ വി പി ഗംഗാധരനെ മലയാളിക്ക് കിട്ടില്ലായിരുന്നു. ഇതുപോലെ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. അത് വേണമെങ്കിലായിരുന്നു. വേണമെങ്കിൽ ധനാർജനം മാത്രം ധനാർജനല്ല, ചിലപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് ഒരു സമയം പ്രൊഫഷന് വേണ്ടി ചിലവാക്കാൻ സാധിക്കില്ലായിരിക്കും. രോഗികൾക്ക് വേണ്ടി സാധിക്കില്ലായിരിക്കും. രോഗികളോട് ഈ ഒരു സമീപനം തന്നെ വേണമെങ്കിൽ താങ്കൾക്ക് പുലർത്താൻ പറ്റില്ലായിരിക്കും. ഒരുപക്ഷെ താങ്കളുടെ ചികിത്സയേക്കാൾ കൂടുതൽ രോഗികളെ സ്പർശിക്കുന്നത് താങ്കളുടെ സാന്ത്വനവും സമീപനവുമാണ്. അങ്ങനെ സാഹചര്യം എനിക്ക് കിട്ടുന്നത് ഈ വീട്ടിലെ അറ്റ്മോസ്ഫിയർ കൊണ്ടാണ്. ഭാര്യ തലവേദന തരാറില്ല, ഭാര്യ തലവേദന മക്കളും തരാറില്ല. താങ്കളുടെ തിരിച്ച് തലവേദന കൊടുക്കാറുണ്ടായിരിക്കും. മക്കളും അതുപോലെ അവരാരും നമുക്ക് ഞാൻ ഇപ്പം ഈ പറഞ്ഞ ഞാൻ അവരെ പ്രൊഫഷൻ ചൂസ് ചെയ്തത് മാത്രമല്ല, അവരെ ഞാനീ പറഞ്ഞ ടിപ്സ് കൊടുക്കുന്നതിനപ്പുറം നമുക്ക് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒന്നിനും. ഒരു നിയന്ത്രണവും താങ്കൾ ഒരു നിയന്ത്രണമല്ല. ഇന്നിപ്പം ഉദാഹരണത്തിന് ഒരു പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ അവർ പെട്ടി നോക്കി എടുത്തുകൊണ്ട് പോയി എഴുതും. ഒരു കംപ്ലയിൻറ്റ് അവരൊന്ന് എഴുതും. ഇപ്പം തന്നെയാണെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും എവിടെ പോകണമെങ്കിലും അവരവരുടെ വഴിക്ക് പോയി അവർ പോയി തിരിച്ചു വരും. അവരൊക്കെ ഞാൻ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെയൊക്കെ പറയാറുണ്ട്. നിങ്ങളെ ഉദാഹരണം തമാശ പറയാണ്, തമാശയ്ക്ക് കാര്യമായിട്ടുള്ള തമാശ തന്നെയാണ്. നമ്മൾ കള്ളു കുടിക്കുന്നവരുടെ കൂടെ നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. അവരോട് ഷാപ്പിൽ പോകണ്ടെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ അവരുടെ കൂടെ ഷാപ്പിൽ പോയിരുന്ന് കുടിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് യുവർ മെൻ്റൽ പവർ. ഒന്ന് കുടിച്ചു പോയാലോ? കുടിച്ചു പോയൊന്നും സംഭവിക്കാനില്ല. പക്ഷേ കുടിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെൻ്റൽ പവർ. അവിടെ നിന്ന് മാറി നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അവരെ കൂടെ പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയാം, ഞാൻ പോയിട്ടുണ്ട്. ഷാപ്പിൽ നല്ല മീൻകറി കഴിക്കാൻ വേണ്ടി ഡോക്ടർ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് അവരോട് കപ്പ മീനും കഴിക്കാൻ പോയിട്ടുണ്ട്. അതൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവരെ കൂടെ നിന്ന് കഴിക്കും. എനിക്ക് കഴിക്കണം, ഞാൻ കഴിക്കാം, അവർ കഴിക്കണം. അഥവാ ഒരു ഗ്ലാസ് തികങ്ങൾ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് നമുക്ക് വേണ്ടെന്ന് തോന്നുന്നതാണ് കഴിക്കേണ്ടല്ലോ. മറ്റൊരാളെ ഫോഴ്സ് കൊണ്ടിരിക്കുന്നത്, മറ്റൊരാൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാരാജാസിനും ക്രൈസ്റ്റിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ ഇതൊക്കെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. കോട്ടയത്തും പാലായിലൊക്കെ അവിഭാജ്യ ഘടകമാണ്. എന്നാലും പക്ഷേ നമുക്ക് മാറി നിൽക്കാം. ഒരൊറ്റ പ്രാവശ്യം എനിക്ക് വേണ്ടി വന്നിട്ടില്ല. പക്ഷേ അതേ സമയത്ത് എൻ്റെ കമ്പനിയിലുള്ള എല്ലാവരും ഇപ്പോൾ കണ്ട ആൾക്കാർ തന്നെ പലരും കാണുമല്ലോ. ഒരു പലരും പക്ഷേ അവരെ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അതൊരു പ്രശ്നമില്ല. പക്ഷെ അവരാരും ഒരു സ്റ്റേജിൽ നിന്ന് ആരും നമ്മൾ കമ്പനി ചെയ്യാനും പോകുന്നില്ല. പക്ഷെ അവരെ കൂടെയൊക്കെ നമ്മൾ കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കോളേജ് ടീം കളിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും കളി ജയിച്ചാലും തോറ്റാലും തിരിച്ചു വരുമ്പോൾ ആഘോഷിക്കും. അപ്പോൾ അങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ അവിടെയൊക്കെ നമുക്ക് നമ്മളെ മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി താങ്കളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഗംഗാരൻ, നമ്മൾ തമ്മിൽ MBBS ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരുമിച്ചായിരുന്നു. വീണ്ടും പിന്നെയും പ്രൊഫഷണലായിട്ടും ഇത്രയും വർഷമായിട്ട് ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു ചെറിയൊരു കാര്യം, ഒരു ഗംഗാരൻ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ചെയ്ത കാര്യങ്ങളിലെ ചെറിയ ധൈര്യത്തെക്കുറിച്ചാണ്. അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് തിരിച്ച് കോട്ടയത്ത് വന്ന് MD മെഡിസിന് വെറും ചെറിയൊരു സ്റ്റൈപ്പൻഡിലാണ് ജോയിൻ ചെയ്തത്. അന്ന് ചിത്രയുണ്ട്, കുട്ടിയുണ്ട്, വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ടൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയോ ശമ്പളം കിട്ടുമായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും അടയാറിലേക്ക് പോയിട്ട് വെറും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ 2 വർഷം അവിടെ നിൽക്കാൻ അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു? ഡോക്ടറല്ലേ? ഡോക്ടർ സുബ്രഹ്മണ്യർ, റെപ്യൂട്ടഡ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ അമൃതയിലെ. കോട്ടയം ആയി ബന്ധമുള്ള ആളാണോ? MBBS. ഞങ്ങൾ MBBS ഒരുമിച്ചായിരുന്നു. ഞങ്ങളതിന് ശേഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ MD ചെയ്യുമ്പം ഡോക്ടർ സുബ്രഹ്മണ്യർ വാസ് ഡൂയിങ് MS ENT. സുബ്രഹ്മണ്യൻ്റെ വൈഫ് തിരിച്ച് ഞാൻ MD മെഡിസിൻ ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യൻ്റെ വൈഫ് എൻ്റെ ജൂനിയറായിട്ട് MD മെഡിസിൻ ചെയ്തു. അങ്ങനെ ലോങ് കണക്ഷൻ, വളരെ ആത്മബന്ധം. സുബ്രഹ്മണ്യ ഞങ്ങൾക്ക് ഒരേ ബോട്ടിൽ പോകുന്ന ആൾക്കാരാണ്. അതായത് മെഡിക്കൽ കോളേജ് ജീവിച്ച ആൾക്കാരാണ്, പഠിച്ച ആൾക്കാരല്ല. അതായത് ഏറ്റുമാനൂർ ഉത്സവത്തിന് കാളവണ്ടി പോയി ആ കാളവണ്ടിയിൽ ഇരുന്ന് കണ്ടെത്തി അതൊക്കെ ആ ലൈഫ്. സുബ്രഹ്മണ്യൻ ഡോക്ടർ കപ്പയെങ്കിലും കുടിക്കാൻ പോയിട്ടുണ്ടോ? രണ്ടാമത്തെ പാഞ്ഞ ഇപ്പൊ പറഞ്ഞത് ശരിയല്ല. അതിലൂടെ വ്യക്തമായി അവരൊക്കെ ഇവരൊക്കെ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇവരൊക്കെ അവർക്കൊക്കെ നല്ല സെൽഫ് കൺട്രോളുള്ള ആൾക്കാരാണ്. സുബ്രഹ്മണ്യൻ സെക്കൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻസ്. മാത്രമല്ല സുബ്രഹ്മണ്യൻ കഥ ഇതുപോലെയാണ്. സുബ്രഹ്മണ്യൻ MS കഴിഞ്ഞു,
MS-ENT കഴിഞ്ഞ് MCH പ്ലാസ്റ്റിക് സർജറി, എന്നോട് ചോദിച്ച ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. MS സർജറി കഴിഞ്ഞ് MCH പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് then he went outside, did his FRCS and came back. അപ്പോഴേ അന്ന് ധൈര്യം വരാൻ കാരണം എന്താ വെച്ചാൽ ഒരു ധൈര്യം ചിത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ DM-നെ കിട്ടിയപ്പോൾ ഞാൻ ആ പ്രാവശ്യം പോകണ്ടാൻ തീരുമാനം എടുത്താണ്. കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ മോൻ ജനിച്ചു, ചിത്ര വാസ് ക്യാരിങ്. രണ്ടാമത്തെ മോനെ ഗർഭം ധരിക്കുന്ന സമയത്താണ്, അന്നാണ് എനിക്ക് DM-ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ ഷി ഹാസ് ടു വർക്ക്, ജീവിക്കാൻ വേണം. വീട്ടിൽ പൈസ ദാരിദ്ര്യം കൊണ്ടല്ല, പക്ഷെ ഞങ്ങൾ വി ഹാഡ് ടേക്കൺ എ ഡിസിഷൻ. അതായത് ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും വാങ്ങില്ല തീരുമാനിച്ചു, സെൽഫ് സസ്റ്റൈൻഡ് ആയിരിക്കണം. സോ വി തോട്ട് വിൽ നോട്ട്. അത് ഞങ്ങൾ അച്ഛൻ തരാൻ ശ്രമിച്ചോ? അച്ഛൻ ധാരാളം ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഞങ്ങൾ പറഞ്ഞു അതല്ല, അതിൻ്റെ സുഖം വേറെയാണ്, ഇവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ പറയാം, നമ്മളൊരു കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് ഒരു പൈസ മേടിച്ചിട്ടില്ല. ഞങ്ങൾ വാട്ട് എവർ വി ഹാവ് ബിൽറ്റ് ഈസ് ബിൽറ്റ് ബൈ വി ഓൺ. സ്റ്റൈപ്പൻഡ് ആണെങ്കിൽ സ്റ്റൈപ്പൻഡ് അതിൽ ജീവിച്ചു. ഒരു പൈസ അച്ഛനെ മേടിച്ചിട്ടില്ല, ഒരു പൈസയും നമ്മുടെ ജീവിതത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടില്ല. പൈതൃകമായി കിട്ടിയ സ്വത്തുക്കളൊക്കെ അത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അത്ര എടുക്കാറില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മാതൃകയാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ അന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങൾ. അപ്പം ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MD ചെയ്യുന്നു. ചിത്ര നേരെ ഓപ്പോസിറ്റാണ് സഫ്ജങ് ഹോസ്പിറ്റൽ, എനിക്കറിയാം. അവിടെ അതെ, ചിത്ര അവിടെ ചിത്ര അവിടെ MD ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ സ്റ്റൈപ്പൻഡ് ആയിരുന്നു ഞങ്ങളുടെ. പക്ഷേ ദാറ്റ് ഇസ് ഇനഫ്. അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ജീവിക്കാനുള്ള സ്റ്റൈപ്പൻഡൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സുഖം വേറെ ആയിരുന്നു. അതായത് നമ്മൾ അങ്ങനെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ സുഖം വേറെ ആയിരുന്നു. നമ്മുടെ തന്നെ അപ്പോൾ നമ്മൾ പറയാം, നമ്മൾ അന്ന് വാങ്ങിച്ച പല സാധനം നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പറയും നമ്മൾ അന്ന് വി ബോട്ട് ദാറ്റ് ടൈം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഒരു സന്തോഷമുള്ള സമയമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ അത് സാധിക്കാനുള്ള ഒന്നാമത്. രണ്ടാമത്തത്, അപ്പം ഞാൻ അന്ന് പോകണമെന്ന് സംശയിച്ചിരിക്കുന്ന സമയത്ത് ചിത്ര പറഞ്ഞു യെസ് യു ഹാവ് ടു ഗോ. ചിത്രയാണ് ധൈര്യം തന്നത്, കുഴപ്പമില്ല, ചിത്ര പോകണം, വി ക്യാൻ മാനേജ്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് 2 വർഷം. ഒരു പക്ഷേ ഇവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. MD മെഡിസിൻ കഴിഞ്ഞ് ഞാൻ MD മെഡിസിൻ തിരിച്ചുവിടെ വരുമ്പോൾ നമ്മുടെ സ്റ്റൈപ്പൻഡ് അതാണ്. തിരിച്ച് ഞാൻ DM-ന് പോകുന്ന സമയത്ത് ആ 2 വർഷം ഞാൻ പഠിക്കുന്നത് സ്റ്റൈപ്പൻഡ് ഒന്നുമില്ലാതെ, നോട്ട് എ സിംഗിൾ പെന്നി. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നൊരു ആദ്യം കുറച്ച് ദിവസം ഞാൻ അവരുടെ തന്നെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചിത്ര അവിടെ നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് ചിത്ര കെയിം ദർ. അവിടെ നിന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ മുകളിൽ ഒരു ടെറസിലെ റൂം അവിടെയാണ് ഞങ്ങൾ ബർസാത്തി താമസിച്ചിട്ടുണ്ടെന്ന് അവിടെയാണ്. പക്ഷെ അതിനെ ആ ഒരു സമയത്ത് പിന്നെ കുറച്ച് കാലം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വീട് ശരിക്കും ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് സ്ലംസ് ആയിരുന്നു. അടയാറിലെ ഒരു സ്ലംസിൻ്റെ നടുക്കൊരു വീട്ടിലായിരുന്നു. ചുറ്റും സ്ലംസാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ സാധിക്കുന്നത് തോന്നി. ഇപ്പം തിരിഞ്ഞാലേക്ക് തോന്നുന്നത് ദാറ്റ് ഓൾ വുഡ് ഹാവ് അറിയാതെ മൂടിയിട്ടുണ്ടാവും. സ്വഭാവത്തെ ഇപ്പോഴും നമുക്ക് പറയാം, നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാം, ഒരു പ്രയാസം തോന്നാറില്ല. അപ്പം അന്നത്തെ യാത്രകളൊക്കെ ഇത് വേണം. അന്ന് ട്രെയിനിൽ ഞാനിവിടുന്ന് ട്രെയിനിൽ ചിത്രയാണ് ആദ്യം MDക്ക് ജോയിൻ ചെയ്യുന്നത്, സഫ്ജങ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് പാലക്കാട് സർവീസിലാണ്. അപ്പോൾ ഞാൻ സാധാരണ ചിത്ര കാണാൻ പോകുന്നത് ഇവിടുന്ന് കേരള എക്സ്പ്രസ്. അന്ന് കേരള എക്സ്പ്രസ് ജയന്തിയേ ഉള്ളൂ. ജയന്തിയാണ് മെയിൻ ട്രെയിൻ. ജയന്തിയിൽ ഇവിടെ കയറി പലപ്പോഴും പല സമയങ്ങളിൽ നമുക്ക് റിസർവേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പാൻട്രി കാറിൽ എല്ലാവരും നമ്മുടെ വലിയ സുഹൃത്തുക്കളാണ്. കാരണം അവർ നമ്മൾ ദിവസം യാത്ര ചെയ്യല്ലേ. പാൻട്രി കാറിൽ അന്ന് ഇങ്ങനെ പാൻട്രി കാറുകാർക്ക് അവർക്കൊരു ബെഡുണ്ട്. താങ്കൾക്ക് ഗാർഡ് റൂമിൽ പോയിരിക്കാനായിരിക്കും ഗാർഡ് റൂം സൗകര്യം ഇരുന്നത്. പക്ഷേ പാൻട്രി കാറിൽ അപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഇരിക്കേണ്ടി വന്നു. അവരുടെ കൂടെ കിടന്നുറങ്ങി സുഖമാണ്. അവരെ കിടന്ന് ഒരു ആഹാരം നമ്മൾ കഴിച്ച് ഇറങ്ങി അവർ തിരിച്ചു വരുന്ന അതേ ട്രെയിനിൽ ഞാൻ തിരിച്ചു വന്ന മുറിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആലോചിച്ചറിയാം, ഇവിടുന്ന് 48 to 72 hours ഒരു ഡയറക്ഷനിൽ പോയിട്ട് ആ KK എക്സ്പ്രസ് തിരിച്ചു വരുമ്പോൾ അതേ ട്രെയിനിൽ ഞാൻ ഒരു 6-7 മണിക്ക് ഇതിലൂടെ വരുന്നത് ഞാൻ തിരിച്ചു വരാറുണ്ട്. ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടമാണ് താങ്കളെ സൃഷ്ടിച്ചത് ഒരു പരിധി വരെ. അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ